ഒരു ആനേനെ ഇവിടെ തൊഴിവിക്കാൻ കൊണ്ടുവന്നാണ്. ആ തൊഴിവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ കയറിയില്ല. അപ്പൊ പാപ്പാനെ ഒരു വടി കൊണ്ട് ഒരു അടി കൊടുക്കണുണ്ടു. അത് കഴിഞ്ഞപ്പോ പാപ്പാനെ ഓടി ആലിന്റെ അപ്പുറത്തേക്ക് ചെന്നപ്പോ ആന പിന്നാലെത്തി ചവിട്ടി കൂട്ടി അടിക്കാറുന്നു. 2-3 പ്രാവശ്യം അടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പാപ്പാനെ ഇവിടേക്ക് തട്ടിയിട്ടു ഇവിടേക്ക്. അത് ഗുരുതര പരിക്കുള്ളൂ. മറ്റേ പുള്ളീനെ കുടല് കുത്തേ ചെയ്തു, കുടല് ചവിട്ടിയാന. അത് കഴിഞ്ഞപ്പോ എന്നിട്ട് നിന്നില്ല. അതിപ്പോ കാറ് അവിടെ കിടന്ന കാറ് എടുത്തു. പാപ്പാൻ 2 അടി കൊടുത്തു എന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പൊ പാപ്പാന്റെ കയ്യിരിപ്പും അത്ര മോശമല്ലായിരുന്നു. അതായത് വനത്തിൽ ജീവിക്കേണ്ട ജീവിനെ നാട്ടിൽ കൊണ്ടുവന്ന് നാട്ടിൽ ജീവിക്കാൻ ഉള്ള പാകത്തിലാക്കിയെടുക്കുക. ഉത്സവത്തിന് ഈ കൊടും വേനയ്ക്ക് ഉത്സവം അല്ലെങ്കിൽ ചില പരിപാടികളിൽ പങ്കെടുപ്പിച്ച് പാവം അതിനെ കാല് പോലും നിലത്ത് കുത്താൻ മേലാത്ത ഈ ചൂടിൽ അതിനെ ആ പരിപാടിയിലൊക്കെ പങ്കെടുപ്പിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കുസൃതികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആന ഒന്ന് ഇടഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ കൊല്ലുക മാത്രമല്ല, അവിടെ കിടന്ന കാർ വരെ കുത്തി എറിയുന്നു, ബൈക്ക് കുത്തി എറിയുന്നു. പോയപ്പോ ആർക്ക് പോയി? ആ മരിച്ച ആളുടെ കുടുംബത്തിന് ഒരാളെ നഷ്ടമായി. ആനയ്ക്ക് എന്താണെങ്കിലും ഉടൻ താമസിക്കാതെ തന്നെ പുതിയൊരാൾ വരും. മതപ്പാടും ഇതുമൊക്കെ മാറി ആനയെ അഴിക്കും. അടുത്ത പരിപാടിയിൽ ഇതേപോലെ തന്നെ പങ്കെടുപ്പിക്കുകയും ചെയ്യും. ആ സമയത്ത് സൈഡിൽ നിന്നും ആനയെ ചങ്കോട് ചേർത്ത് സ്റ്റാറ്റസ് ഇടുന്ന ആനപ്രേമി പറയും, ദ ഷോ മസ്റ്റ് ഗോ ഓൺ. പഠിക്കത്തില്ല എന്ന് എഴുതി വെച്ചൊരു കാര്യമാണ് ഇത്. ഒരിക്കലും നമ്മുടെ നാട്ടിലെ ആളുകൾ ഈ കാര്യത്തിൽ പഠിക്കാനേ പോകുന്നില്ല. ഈ ഒരു കാര്യത്തിൽ എത്രയൊക്കെ അനുഭവിച്ചു, അല്ലെ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ആളുകൾ പഠിക്കത്തില്ല.